സമ്മേളനത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ, സമ്മേളന വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായ ജനപ്രതിനിധികളും ജനനേതാക്കളും അടങ്ങുന്ന ബഹുമാന്യരായ വിശിഷ്ടാതിഥികൾ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ദേശീയ സംസ്ഥാന തലത്തിലുള്ള സമുന്നതരായിട്ടുള്ള നേതാക്കൾ, ഈ സമ്മേളനം ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മുജാഹിദിൻ്റെ 8ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഞാൻ അറിയുന്ന ഇസ്ലാം എന്ന വിഷയത്തെക്കുറിച്ച് വ്യത്യസ്ത വിശ്വാസധാരകളിൽ പ്രവർത്തിക്കുന്നവരും ഭിന്നമായ ആചാരാനുഷ്ഠാനങ്ങളിൽ മുന്നോട്ട് പോകുന്നവരുമായിട്ടുള്ള സമൂഹത്തിൻ്റെ നാനാ മേഖലകളിൽപ്പെട്ടവരെ സംഘടിപ്പിച്ചുകൊണ്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് അവരുടെ വീക്ഷണത്തിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും അത് സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പൊതുവികാരം അല്ലെങ്കിൽ പൊതുവായ വിലയിരുത്തലിന് വിധേയമാക്കുന്നതിനും വേണ്ടി ഇത്തരത്തിലൊരു സെമിനാർ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചർച്ച സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇത്തരത്തിൽ പ്രൗഢോജ്വലമായിട്ടുള്ള ഒരു സമ്മേളനം ഏതാണ്ട് 4 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് സ്ത്രീകളടക്കമുള്ള 10,000-കണക്കിന് ജനങ്ങൾ പങ്കെടുത്തുകൊണ്ട് വളരെ അച്ചടക്കത്തോടും ചിട്ടയോടും കൂടി ഇത്തരത്തിലൊരു സമ്മേളനം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള അനുമോദനം, അഭിനന്ദനം ആദ്യമായി സംഘാടകരെയും സദസ്യരെയും ഞാൻ അറിയിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാറുള്ള തിക്കും തിരക്കും സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ സ്വാഭാവികമായും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് ഞങ്ങളെല്ലാവരും, പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർ. പക്ഷെ ഇവിടെ സ്വയം അച്ചടക്കം പാലിച്ചുകൊണ്ടും സ്വയം നിശബ്ദതയോടുകൂടി ഈ സമ്മേളനത്തെ ചരിത്രപ്രധാനമായിട്ടുള്ള സമ്മേളനമായി എടരിക്കോട് സമ്മേളനത്തെ മാറ്റിത്തീർക്കുന്നതിനും വേണ്ടി നിങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സഹനശക്തിയെയും ത്യാഗബോധത്തെയും അഭിനന്ദിക്കുന്നതിന്, അനുമോദിക്കുന്നതിന് വാക്കുകളില്ല എന്ന് ആവർത്തിച്ച് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ അച്ചടക്കമാണ് സത്യത്തിൽ ഇസ്ലാം പ്രതിനിധീകരിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ കാതൽ. അച്ചടക്കബോധമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ, സമുദായത്തിന് മാത്രമേ വളർച്ചയും പുരോഗതിയും കൈവരിക്കാൻ കഴിയൂ. നിർഭാഗ്യവശാൽ ലോക സമൂഹത്തിന് മുന്നിൽ, പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ 20ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലും 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദങ്ങളിലും ലോക സമൂഹത്തിന് മുന്നിൽ, ആഗോള സമൂഹത്തിന് മുന്നിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും വിശ്വാസമാണ്, മതമാണ് എന്ന നിലയിലാണ് പാശ്ചാത്യ ലോകം പ്രത്യേകിച്ചും ആഗോള സമൂഹത്തിന് മുന്നിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത്. 7ാം നൂറ്റാണ്ടിലും 8ാം നൂറ്റാണ്ടിലും അല്ലെങ്കിൽ അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി മുസ്തഫ തിരുമേനിയുടെയൊക്കെ കാലഘട്ടത്തിൽ ചെറുതും വലുതുമായ നിരവധി യുദ്ധങ്ങളിൽ വിശ്വാസത്തിന്റെ പരിരക്ഷയ്ക്കും സംരക്ഷണത്തിനും വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ, ജിഹാദുകളിൽ ഏർപ്പെട്ടപ്പോൾ അന്ന് ലോകത്തോട് ഇതുപോലെ തന്നെ തൽപര കക്ഷികൾ, നിക്ഷിപ്ത താല്പര്യക്കാർ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തത് വാളാൽ പ്രചരിപ്പിക്കപ്പെട്ട മതമാണ്, വാളാൽ അല്ലെങ്കിൽ യുദ്ധത്തെ പ്രധാനപ്പെട്ട പരിപാടിയായി അംഗീകരിച്ചുകൊണ്ട് ഹിംസാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അത് മുഖാന്തരം പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന വിശ്വാസമാണ് ഇസ്ലാം എന്ന നിലയിലാണ് 15 നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് ഇസ്ലാമിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്. എന്നാൽ ഇന്ന് ആഗോള സമൂഹത്തിന് മുന്നിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഭീകരവാദത്തിന്റെ പേരിൽ, തീവ്രവാദത്തിന്റെ പേരിൽ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പ്രതിലോമകരമായ പ്രചണ്ഡമായ പ്രചാര പ്രവർത്തനത്തിലൂടെ ഈ വിശ്വാസത്തെ തന്നെ വികലമായി തെറ്റിദ്ധരിപ്പിക്കുന്നതിനും ചിത്രീകരിക്കുന്നതിനും വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളെ
അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇസ്ലാം എന്നതിനെ സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കാനും പരിശോധിക്കാനും വസ്തുതാപരമായി വിലയിരുത്താനും കഴിയുന്ന ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമേ ഇസ്ലാമിന്റെ അന്തസ്സത്തെ സംബന്ധിച്ച്, മൂല്യബോധത്തെ സംബന്ധിച്ച്, രാഷ്ട്രബോധത്തെ സംബന്ധിച്ച്, ഇസ്ലാം പ്രതിനിധീകരിക്കുന്ന വിവിധ തലങ്ങളിലുള്ള പ്രത്യയശാസ്ത്രത്തെ സംബന്ധിച്ച് വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കാൻ കഴിയൂ. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 8ാം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രസക്തി, പ്രാധാന്യം. ഈ സമ്മേളനം പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന പ്രമേയം എന്ന് പറയുന്നത് മതം, മാനവികത, നവോത്ഥാനം എന്നതാണ്. പരസ്പര പൂരകമാണ് ഈ 3 കാര്യങ്ങളും എന്ന കാര്യത്തിൽ സംശയമില്ല. സമയപരിധി കൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് ഒന്നും തന്നെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. മതം, മാനവികത, നവോത്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഇസ്ലാമിക വിശ്വാസമനുസരിച്ച്, ദീനുൽ ഇസ്ലാം അനുസരിച്ച് മനുഷ്യന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിന്റെ പ്രമാണം തന്നെ ഈ ഭൂമുഖത്ത് ജനിച്ചു വീഴുന്ന സകല കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ സകല മനുഷ്യരും ഒരേ മാതാപിതാക്കളുടെ സന്താനങ്ങളാണ്, മക്കളാണ്. എല്ലാവരും ആദമിന്റെ മക്കളാണ്. ആദമാണെങ്കിൽ മണ്ണിൽ നിന്ന് ജനിച്ചു. അങ്ങനെയെങ്കിൽ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ പാഴ്സിയെന്നോ ജൈനനെന്നോ ബുദ്ധമതക്കാരനെന്നോ അല്ലെങ്കിൽ മതമുള്ളവനും മതമില്ലാത്തവരുമായിട്ടുള്ള സകല മനുഷ്യ സമൂഹവും ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് എന്നുണ്ടെങ്കിൽ അതിൽ പരം വലിയ മാനവികത എന്നുള്ളത് എന്താണ് നമുക്ക് പ്രകീർത്തിക്കാൻ അല്ലെങ്കിൽ വിശദീകരിക്കാൻ കഴിയുക? അപ്പൊ ഇസ്ലാമിക വിശ്വാസത്തിന്റെ തത്വം, പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് തന്നെ സാർവലൗകികമായ സാഹോദര്യത്തെ പ്രതിനിധീകരിക്കുന്ന പ്രമുഖമായിട്ടുള്ള വിശ്വാസമാണ് വിശുദ്ധ ഇസ്ലാം. കാരണം ജാതിമത വർഗവർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി സാഹോദര്യത്തിന്റെ ദർശനം, ഒരേ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു വീഴുന്ന മനുഷ്യൻ പരസ്പരം കലഹിക്കാൻ പാടില്ല. അല്ലെങ്കിൽ സത്യവിശ്വാസ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നവരെല്ലാവരും സഹോദരന്മാരാണ്. വിശുദ്ധ ഖുർആനിക നിയമം അനുസരിച്ച് തന്നെ, ദീനുൽ ഇസ്ലാം അനുസരിച്ച് തന്നെ സത്യവിശ്വാസം എന്ന് പറയുന്നതാണ് അടിസ്ഥാനപരമായി വിശുദ്ധ ഇസ്ലാം. സത്യവിശ്വാസികൾ സഹോദരന്മാരാണെങ്കിൽ സഹോദരന്റെ സ്വത്ത് അനധികൃതമായി ആഗ്രഹിക്കുവാനോ അവകാശങ്ങൾ കവർന്നെടുക്കാനോ പാടില്ല എന്നുള്ളത് പ്രഖ്യാപിതമായിട്ടുള്ള തത്വം. അപ്പോൾ ഞാൻ അറിയുന്ന, ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വായിച്ചു മനസ്സിലാക്കുകയും ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഇസ്ലാമിനെ സംബന്ധിച്ച് ഈ മഹത്തായ സമ്മേളനത്തിൽ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട ഘടകം, കാരണം വിശുദ്ധ ഇസ്ലാം സാർവലൗകികമായ സാഹോദര്യത്തെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള പ്രത്യയശാസ്ത്രമാണ്. ആ വിശ്വാസത്തിന്റെ സത്തയെ സംബന്ധിച്ചുള്ള ശരിയായ ധാരണയും അവബോധവും അറിവുമുണ്ടെങ്കിൽ തീർച്ചയായും മാനവികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ മനുഷ്യൻ പ്രേരിതരാകും. ആ മാനവികതയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് പലപ്പോഴും വിശ്വാസങ്ങളെ വികലമായി വ്യാഖ്യാനിക്കുകയും നിക്ഷിപ്തമായ താല്പര്യ സംരക്ഷണത്തിനു വേണ്ടി വിശ്വാസത്തെ പലപ്പോഴും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അധികാര താല്പര്യത്തിന്റെയും രാഷ്ട്രീയ താല്പര്യത്തിന്റെയും സാമ്പത്തിക താല്പര്യത്തിന്റെയും പേരിൽ ഇസ്ലാം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുമ്പോഴാണ് നവോത്ഥാന പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. നവോത്ഥാന പ്രവർത്തനങ്ങളുടെ പ്രസക്തി സമൂഹത്തിൽ പ്രത്യേകം ശ്രദ്ധേയമായി മാറിത്തീരുന്നത്. അത്തരമൊരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറയുന്നതിന്റെ അർത്ഥം, നവോത്ഥാന പ്രക്രിയ എന്ന് പറയുമ്പോൾ അതത് സമൂഹങ്ങളിൽ തന്നെ കാലാകാലങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അതത് സമുദായങ്ങളിലും സമൂഹങ്ങളിലും തന്നെ ഉരുത്തിരിഞ്ഞു വരുന്ന നവോത്ഥാന പ്രക്രിയ, പരിഷ്കരണ പ്രക്രിയ അടിസ്ഥാനപരമായ വിശ്വാസത്തിന്റെ ഘടകങ്ങളെയും മൂല്യങ്ങളെയും മാറ്റിമറിക്കുകയല്ല, മറിച്ച് തെറ്റുകളിൽ നിന്ന് തിരുത്തലിന് വിധേയമാക്കാനും യഥാർത്ഥ വിശുദ്ധ ഇസ്ലാമിനെ വീണ്ടെടുക്കാൻ വിശുദ്ധ ഖുർആനിക നിയമങ്ങളെ വികലമായി വ്യാഖ്യാനിച്ചുകൊണ്ട് സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള പരിശ്രമം നടക്കുമ്പോൾ അതല്ല യഥാർത്ഥ ദീൻ, അല്ലെങ്കിൽ അതല്ല യഥാർത്ഥ വിശ്വാസം, ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിൽ നിന്ന് ശരിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും യഥാർത്ഥ വിശ്വാസത്തെ വീണ്ടെടുക്കാനും വേണ്ടിയിട്ടുള്ള പരിഷ്കരണ പ്രവർത്തനങ്ങളാണ് നവോത്ഥാനം എന്നുണ്ടെങ്കിൽ ആ നവോത്ഥാനത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഈ 8ാം സംസ്ഥാന സമ്മേളനം ഈ സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്നു, ഈ സമൂഹത്തോട് പ്രഖ്യാപിക്കുന്നു. അത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, ഒരു തർക്കവും വേണ്ട. അപ്പം മതം യഥാർത്ഥ മതവിശ്വാസത്തെ സംബന്ധിച്ചും മതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യങ്ങളെ സംബന്ധിച്ചും വസ്തുതാപരമായ ബോധത്തോടുകൂടി യാഥാർത്ഥ്യമായ വിശകലനത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ
അതാണ് ഉത്കൃഷ്ടമായിട്ടുള്ള മാനവികത. ആ മാനവികതയിൽ വന്നു ഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ എവിടെയൊക്കെയോ വിശ്വാസത്തിന്റെ പേരിലുള്ള തെറ്റുകൾ സംഭവിച്ചിരിക്കുന്നു. ആ തെറ്റുകൾ അല്ലെങ്കിൽ വികലമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ തിരുത്തപ്പെടേണ്ടതാണ്. ആ തിരുത്തലിൽ നിന്ന് ശരിയിലേക്ക് തിരിച്ചു പോകാനും വീണ്ടെടുക്കലിൻ്റെതായിട്ടുള്ള ഒരു കാലഘട്ടത്തിന്റെ ഭാഗം എന്ന നിലയിലാണ് ഒരുപക്ഷെ സംഘാടകർ ഈ 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ, മതം, മാനവികത, നവോത്ഥാനം എന്ന വിഷയങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ 8ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രമേയത്തിന് തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആ നിലയിൽ മുന്നോട്ട് പോകുന്ന ഈ സമ്മേളനത്തിൽ പ്രധാനമായും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, നിർദ്ദേശിച്ചിട്ടുള്ളത് തന്നെ ഇസ്ലാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ പരിചയത്തിൽ, അനുഭവത്തിൽ, പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളതാണ്. ഞാൻ എല്ലാ വശങ്ങളിലേക്കും ഈ അവസരത്തിൽ പോകുന്നില്ല. നമുക്കറിയാം, പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ച് ഏത് കാര്യത്തെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ സ്പർശിക്കാത്തത്? എനിക്ക് തോന്നുന്നു സർവ്വചരാചരങ്ങളെ സംബന്ധിച്ചും സർവ്വ സൃഷ്ടിയെ സംബന്ധിച്ചും സകല ശാസ്ത്രത്തെ സംബന്ധിച്ചും സമഗ്രമായ പ്രതിപാദ്യം വിശുദ്ധ ഖുർആനിലുണ്ട്. ആ ഖുർആനിക നിയമങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഫലപ്രദമായി പ്രാവർത്തികമാക്കേണ്ടത് എന്ന് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി മുസ്തഫ തിരുമേനിയുടെ ജീവിതചര്യയിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അപ്പൊ ദൈവീകമായ ദർശനങ്ങളായി ലഭിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ ദർശനങ്ങളും സന്ദേശങ്ങളും എങ്ങനെ വർത്തമാനകാല സമൂഹത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് ജീവിതചര്യയിലൂടെ പ്രവാചകൻ കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി ഹിജ്റ 11-ാം വർഷത്തിൽ മദീനയിൽ യുദ്ധവിജയത്തിന് ശേഷം, മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമായതിനു ശേഷം, മക്കത്ത് മടങ്ങി വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള വിടവാങ്കൽ പ്രസംഗത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 2 കാര്യങ്ങൾ ഞാൻ ഈ ഭൂമുഖത്ത് ഉപേക്ഷിച്ചു പോകുന്നു. ഒന്ന് വിശുദ്ധ ഖുർആൻ, മറ്റൊന്ന് പ്രവാചക ജീവിതചര്യ. ഇത് രണ്ടും പിൻപറ്റി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ബുദ്ധിമുട്ടും ക്ലേശവും പ്രയാസവും അനുഭവിക്കേണ്ടി വരില്ല. ഇത് രണ്ടും പിൻപറ്റി ജീവിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക പ്രത്യയശാസ്ത്രം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഇത് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക ജീവിതചര്യയുടെ ഭാഗമായിട്ടുള്ള ഈ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളും, വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശങ്ങളും ദർശനങ്ങളും സന്ദേശങ്ങളും, അത് ചുരുങ്ങിയ പ്രവാചകത്വ കാലഘട്ടത്തിലൂടെ ഭൂമിയിൽ പ്രാവർത്തികമാക്കി കാണിച്ച പ്രവാചക ജീവിതചര്യയും പിൻപറ്റി ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന ആത്മപരിശോധന നടത്തുമ്പോഴാണ് ഈ സമ്മേളനത്തിന്റെ പ്രമേയത്തിലെ പ്രധാന ഭാഗമായിട്ടുള്ള നവോത്ഥാനത്തിന്റെ പ്രസക്തി വർത്തമാനകാലത്തിൽ ഉയർന്നു കേൾക്കുന്നത്. ആ നവോത്ഥാന കാലഘട്ടത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാം പ്രതിനിധീകരിക്കുന്ന ഓരോ പ്രത്യയശാസ്ത്രവും വെവ്വേറെ വിഭജിച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സമയ ചുരുക്കമുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല. ഒന്ന് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, തൊഴിലിനെ സംബന്ധിച്ച്, രാഷ്ട്ര വ്യവസ്ഥയെ സംബന്ധിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, സാമ്പത്തിക ശാസ്ത്രത്തെ സംബന്ധിച്ച്, സാമൂഹ്യ നീതിയെ സംബന്ധിച്ച്, അതുപോലെ തന്നെ പരിസ്ഥിതിയെ സംബന്ധിച്ച്, സമകാലിക സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംവാദ വിഷയങ്ങളായി അല്ലെങ്കിൽ വിവാദ വിഷയങ്ങളായി ഇന്ന് കേരള സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രശ്നങ്ങളും എന്താണ്, അത്തരം കാര്യങ്ങളിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് വ്യക്തമായി പ്രതിപാദിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ആദ്യമായി ലഭിച്ച ജിബ്രീൽ എന്ന ദൈവിക ദൂതനിലൂടെ പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനിക്ക് ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി ലഭിച്ച പ്രബോധനം തന്നെ, നിർദ്ദേശം തന്നെ, നീ വായിക്കുക അല്ലെങ്കിൽ അറിയുക എന്നുള്ളതാണ്. ആ വായന അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നത് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുക എന്നുള്ളതല്ല. ശരിയും തെറ്റും, ധർമ്മവും അധർമ്മവും, സത്യവും അസത്യവും, നീതിയും അനീതിയും, കല്ലും നെല്ലും വേർതിരിച്ച് വിവേചിച്ചറിയുന്നത് പോലെ അറിയാനുള്ള വിവേകമുള്ളവനായി തീരുക. അതിന് വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ ചീനയിൽ പോയിട്ടാണെങ്കിലും വിദ്യാഭ്യാസം ചെയ്യണം. യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട ജയിൽ അല്ലെങ്കിൽ തടവുകാരെ സംബന്ധിച്ചിടത്തോളം
അവർക്ക് പ്രവാചകൻ നൽകിയ പ്രധാനപ്പെട്ട ശിക്ഷ തന്നെ മദീന പട്ടണത്തിലെ 10 കുട്ടികളെ വെച്ചൊരാൾ എഴുത്തും വായനയും പഠിപ്പിച്ചാൽ വിമോചന മൂല്യം നൽകാതെ വിട്ടയക്കാമെന്നുള്ള ശിക്ഷയാണ് നൽകിയത്. വിദ്യാഭ്യാസത്തിന് കൊടുത്ത പ്രാധാന്യം ഞാൻ വിശദീകരിക്കുന്നില്ല. അതുപോലെ രാഷ്ട്ര വ്യവസ്ഥയെ സംബന്ധിച്ച് ഇസ്ലാമിക രാഷ്ട്രം ആദ്യമായി രൂപീകൃതമായിട്ടുള്ള മദീനയിലെ പള്ളി സ്ഥാപിച്ചുകൊണ്ട് നിയമസഭയും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഉൾപ്പെടെയുള്ള സർവ്വതും ആ ഇസ്ലാമിക കേന്ദ്രത്തിൽ വന്നു. അയൽ ജൂതഗോത്രങ്ങളുമായും അതുപോലെ ഇതര സമൂഹങ്ങളുമായും ക്രൈസ്തവ ഗോത്രങ്ങളുമായും യുദ്ധമില്ലാത്ത ഒരു ഉടമ്പടിക്ക് രൂപം കൊടുത്തു. അപ്പം നയതന്ത്ര പ്രാധാന്യത്തോടുകൂടി എങ്ങനെ ഒരു രാഷ്ട്ര വ്യവസ്ഥ രൂപപ്പെടുത്തിയെടുക്കാമെന്ന് പ്രവാചകൻ തെളിയിച്ചു. മാത്രവുമല്ല 3 മാസത്തിനുള്ളിൽ സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയായി മദീന രാഷ്ട്രത്തിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ആധുനിക ഭരണകാലഘട്ടത്തിൽ ആഗോളവൽക്കരണത്തിന്റെ വർത്തമാനകാല യുഗത്തിൽ സാമൂഹ്യ നീതിയും സാമ്പത്തിക നീതിയും സബ്സിഡിയും സൗജന്യങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് 15 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊഴിൽ രഹിതരും ദരിദ്ര ജനവിഭാഗങ്ങൾക്കും ഖജനാവിൽ അവകാശമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത്. തൊഴിലില്ലായ്മ വേതനവും അതുപോലെയുള്ള ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കാനുള്ള അവകാശത്തിന്റെ ചുമതല ഭരണകൂടത്തിലാണ് എന്ന് ആദ്യത്തെ ഇസ്ലാമിക രാഷ്ട്ര വ്യവസ്ഥയിലൂടെ പ്രവാചകൻ തെളിയിച്ചു കൊടുത്തു. അപ്പൊ എങ്ങനെയാണ് യഥാർത്ഥ മാതൃകാ രാഷ്ട്രം സ്ഥാപിതമാകുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള രാഷ്ട്ര വ്യവസ്ഥ പ്രവാചക ജീവിതചര്യയിലൂടെ ഖുർആനിക ദർശനങ്ങളിലൂടെ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. സാമ്പത്തിക ശാസ്ത്രത്തെ സംബന്ധിച്ച് ഡോക്ടർ തോമസ് ഐസക് അടക്കമുള്ളവർ പങ്കെടുത്ത സെമിനാർ ഇന്ന് രാവിലെ ഇവിടെ നടന്നു. സാമ്പത്തിക നീതിയുടെ ദർശനം. കാരണം സക്കാത്ത് എന്ന സമ്പ്രദായത്തെ സംബന്ധിച്ച് പോലും വിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്നും ഇല്ലാത്തത് ലഭിക്കാനുള്ളത് ദരിദ്രരുടെ അവകാശം എന്നാണ് വിശുദ്ധ ഇസ്ലാം പ്രഖ്യാപിച്ചത്. ദരിദ്ര ജനവിഭാഗത്തിന്റെ അവകാശമാണ് സക്കാത്ത് എന്ന് പ്രഖ്യാപിച്ച ഏക വിശ്വാസം ലോകത്ത് സത്യത്തിൽ വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. അത് ഉള്ളവന്റെ ചുമതല അത് കൊടുക്കണമെന്നും അത് ഔദാര്യമായി ആനുകൂല്യമായി ഒരാള് ജീവകാരുണ്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ പേര് സക്കാത്ത് എന്നല്ല. കൊടുക്കാനുള്ളത് ഉള്ളവന്റെ ഉത്തരവാദിത്വവും ചുമതലയുമാണ് എന്ന ബോധത്തോടു കൂടി നീ കൊടുക്കണം. അത് മൂലധനത്തിന്റെ 2.5%, കാർഷിക വരുമാനത്തിന്റെ 10 മുതൽ 20% വരെ നീ കൊടുക്കണം. ഇല്ലാത്തവന് കൊടുക്കണമെന്ന് നിഷ്കർഷിക്കുമ്പോ അതില്ലാത്തവന് ലഭിക്കുന്ന ദരിദ്രരുടെ അവകാശം എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഉള്ളവന്റെ ചുമതലയും ഇല്ലാത്തവന്റെ അവകാശവും. ദരിദ്ര ജനവിഭാഗങ്ങൾക്കും തൊഴിൽ രഹിതനും ഖജനാവിൽ അവകാശമുണ്ട്. മൂലധനത്തിന്മേൽ ആർജിക്കുന്ന പലിശ ഹറാമാണ്, ഹലാലല്ല. തന്റെ പിതൃവ്യൻ അബ്ബാസിന് ലഭിക്കാനുള്ള പലിശ പരസ്യമായി വിടവാങ്ങൽ പ്രസംഗത്തിൽ ദുർബലപ്പെടുത്തിക്കൊണ്ട് തന്നെ പലിശരഹിത സാമ്പത്തിക സമൂഹത്തെ സംബന്ധിച്ചും സാമ്പത്തിക ക്രമത്തെ സംബന്ധിച്ചും നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് വിശുദ്ധ ഇസ്ലാം ലോകത്തോട് പ്രഖ്യാപിച്ചു. ഇന്ന് കേന്ദ്ര ഗവൺമെന്റും ബഹുമാനപ്പെട്ട CP ജോൺ പ്ലാനിംഗ് ബോർഡ് അംഗമായിട്ടുള്ള പ്ലാനിംഗ് ബോർഡ് അടക്കമുള്ളവർ ഇന്ന് വളരെ ഗൗരവത്തോടുകൂടി പലിശരഹിത ഇസ്ലാമിക ബാങ്കിംഗ് വ്യവസ്ഥയെ സംബന്ധിച്ച് ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യുന്നു. അങ്ങനെ സാമ്പത്തിക നീതിയുടെ കാര്യത്തിൽ, സാമൂഹ്യ നീതിയുടെ കാര്യത്തിൽ, അതുപോലെ എല്ലാ തലങ്ങളിലും വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി ദിശാബോധത്തോടുകൂടി ഒരു സമൂഹത്തെ നയിച്ചു. മാത്രവുമല്ല, ഇന്ന് ഞാൻ വന്ന വഴിക്ക് എഴുതി വെച്ചിരുന്ന പല ഇതും കണ്ടു. അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം യുദ്ധത്തെ അല്ലെങ്കിൽ വാളാൽ പ്രചരിപ്പിക്കപ്പെട്ട മതമെന്നും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും വികലമായിട്ടുള്ള വിശ്വാസമെന്നും പ്രചരിപ്പിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്, തീവ്രവാദം, ഭീകരവാദം അല്ലെങ്കിൽ വർഗീയവാദം വളർത്തുന്നവനും പ്രചരിപ്പിക്കുന്നവനും അതിനുവേണ്ടി മരിക്കുന്നവനും എന്നിൽപ്പെട്ടവനല്ല, എന്നെ പിൻപറ്റുന്നവനല്ല. സത്യത്തിൽ എങ്ങനെ പരിശുദ്ധ ഇസ്ലാമിന് വർഗീയതയുടെ മുഖം നിറം നൽകാൻ കഴിയും? ഈ വിശ്വാസത്തിൽ വളരെ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷം വരുന്നൊരു വിഭാഗം അത് ഭീകരവാദം, തീവ്രവാദം, വർഗീയതയുടെ പേരിൽ വളർത്തിക്കൊണ്ടുവന്ന് ലോകത്തിലെ ആഗോള മുസ്ലിം സമൂഹത്തെ തന്നെ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും പ്രതീകമായി പ്രതിനിധീകരിക്കാൻ ചിലർ ബോധപൂർവമായി പരിശ്രമം നടത്തുമ്പോൾ ആ ശ്രമത്തിന് പിന്തുണയും കരുത്തും ശക്തിയും പകരുന്നതാണ് രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന
അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന തിരിച്ചറിവ് തീർച്ചയായും സത്യവിശ്വാസികൾക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണം. ആ സന്ദേശം രാജ്യത്തുണ്ടാകാൻ കഴിയണം. ദുർബലരോടൊപ്പമാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞ പ്രവാചകനായിട്ടുള്ള നബി തിരുമേനി, ആ നബി തിരുമേനിയുടെ കാലഘട്ടത്തിൽ ദുർബല വിഭാഗത്തിൽപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ, സാധാരണക്കാരൻ, പാവപ്പെട്ടവൻ, അവൻ കൂടുതൽ കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന സാമ്പത്തിക നയങ്ങളും രാഷ്ട്രീയ നയങ്ങളും ലോകത്താകമാനം രാജ്യത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഞാൻ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നു, ഇസ്ലാമിന്റെ സത്തയെ സംബന്ധിച്ച് ഇസ്ലാം പ്രതിനിധീകരിക്കുന്ന സാമ്പത്തിക നീതിയും സാമൂഹ്യ നീതിയും, ഇസ്ലാം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ നീതിയും, അതുപോലെയുള്ള സർവ്വകാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള സമഗ്രമായിട്ടുള്ള പഠനം, ഗവേഷണ കൗതുകത്തോടു കൂടിയിട്ടുള്ള പഠനവും വിശകലനവും വിശദീകരണവും ലോക സമൂഹത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ഞാൻ പഠിച്ചിട്ടുള്ള, ഞാൻ അറിഞ്ഞിട്ടുള്ള ഇസ്ലാം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സാർവലൗകികമായ സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും വിശ്വാസമാണ് എന്ന് അഭിമാനബോധത്തോടുകൂടി ആവർത്തിച്ച് സാക്ഷ്യപ്പെടുത്താൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സാമൂഹ്യ നീതിയുടെ ദർശനം. വിശുദ്ധമായ കഅബ ദേവാലയത്തിൽ ബാങ്ക് വിളിക്കുന്നതിന് വേണ്ടി കറുത്ത വർഗത്തിൽപ്പെട്ട നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവിനെ പ്രവാചകൻ നിയോഗിച്ചപ്പോ പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്ന അനുയായികൾ, വിശ്വാസികൾ ചോദിച്ചു, അല്ലയോ പ്രവാചകനെ, അങ്ങ് എന്തോ ഒരു അബദ്ധമാണ് ഈ കാണിക്കുന്നത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തൊട്ടുകൂടാത്തവൻ, തീണ്ടിക്കൂടാത്തവൻ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ള കറുത്ത വർഗത്തിൽപ്പെട്ട നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട അധസ്ഥ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ നിസ്കാരത്തിന്റെ സമയം അറിയിക്കുന്നതിന് വേണ്ടി വിശുദ്ധമായ ദേവാലയത്തിൽ ബാങ്ക് വിളിക്കുന്നതിന് വേണ്ടി നിയോഗിക്കുകയോ? എന്തൊരബദ്ധമാണ് ഈ കാണിക്കുന്നത്? പ്രവാചകൻ വിശുദ്ധ ഖുർആനിക ആയത്തുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാമിക ദർശനത്തിന്റെ സത്ത എന്ന നിലയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യം, അറബി അനറബിയേക്കാളോ അനറബി അറബിയേക്കാളോ ശ്രേഷ്ഠനല്ല. കറുത്തവൻ വെളുത്തവനേക്കാളോ വെളുത്തവൻ കറുത്തവനേക്കാളോ ശ്രേഷ്ഠനല്ല. സമ്പന്നൻ ദരിദ്രനേക്കാളോ ദരിദ്രൻ സമ്പന്നനേക്കാളോ ശ്രേഷ്ഠനല്ല. ശ്രേഷ്ഠതയ്ക്കാധാരം ജീവിതത്തിലെ സൂക്ഷ്മതയത്രേ. സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുന്നവൻ ആരോ അവനാണ് പരമകാരുണികനായ സ്രഷ്ടാവായ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്തവൻ. അവനാണ് യഥാർത്ഥ വിശ്വാസി. ആ സൂക്ഷ്മമായ ജീവിതത്തിന്റെ വ്യാഖ്യാനം ധാരാളമാണ്. സത്യസന്ധവും നീതിയുക്തവും സനാതനവുമായ ധാർമ്മിക ജീവിതം നയിക്കുന്നവൻ. എങ്ങനെ സൂക്ഷ്മമായ ജീവിതം നയിക്കാമെന്ന് വിടവാങ്കൽ പ്രസംഗത്തിൽ പ്രവാചകൻ പറഞ്ഞവസാനിപ്പിച്ചു. ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ പരാമർശിച്ച വിശുദ്ധ ഖുർആനിക നിയമവും പ്രവാചക ജീവിതചര്യയും ഇവ രണ്ടും പിൻപറ്റി ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ സൂക്ഷ്മമായ ജീവിതം, ധാർമ്മിക ജീവിതം, ഇസ്ലാമിക ജീവിതം നയിക്കുന്നത്. ആ ജീവിതം നയിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കാൻ, പ്രചോദനം നൽകാൻ പോന്ന ഏറ്റവും പ്രധാനപ്പെട്ട സത്യവിശ്വാസ പ്രസ്ഥാനമായിട്ടുള്ള വിശുദ്ധ ഇസ്ലാം ലോകത്തിന് മുന്നിൽ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിർബന്ധിതമാകുന്ന പശ്ചാത്തലത്തിൽ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ എടരിക്കോട് നവോത്ഥാന നഗറിൽ നിന്നും നാളെ സമ്മേളനം സമാപിച്ച് പുറത്തു പോകുമ്പോൾ എന്താണ് ഇസ്ലാം എന്നും ഇസ്ലാം പ്രതിനിധീകരിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ സത്ത എന്ത് എന്നും ലോകത്തിന് മുന്നിൽ പ്രചരിക്കാനും അറിയാനും അറിയിക്കാനും തെറ്റിദ്ധാരണകൾ നീങ്ങിക്കൊണ്ട് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സൗഹൃദവും സാഹോദര്യവും സമാധാനവും നമ്മുടെ മണ്ണിൽ പുലരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃപരമായ പങ്കുവഹിക്കാൻ ചരിത്രപ്രധാനമായിട്ടുള്ള എടരിക്കോടിന്റെ മണ്ണിൽ, ഈ വയൽ പ്രദേശത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ വന്നപ്പോൾ വിവിധ വ്യക്തികളുടെയും വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ഏതാണ്ട് 150 ഏക്കറിൽ പരം വരുന്ന പാടശേഖരം ചുരുങ്ങിയ സമയം കൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിൽ നടക്കുന്ന ഒരു സമ്മേളനത്തിന്റെ ഗൗരവത്തിലേക്ക്, പ്രൗഢിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന നിലയിൽ ശ്രമകരമായ പ്രവർത്തനം നടത്തി ഉജ്ജ്വല വിജയമാക്കി ഈ സംസ്ഥാന സമ്മേളനത്തെ മാറ്റിത്തീർക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകർ, സംഘാടകർ, ഇതിന്റെ നേതാക്കൾ ഈ സന്ദേശം സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടി ഞാൻ അറിയുന്ന ഇസ്ലാം എന്ന വിഷയത്തെക്കുറിച്ചുകൂടി ഞങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ചർച്ച സംഘടിപ്പിച്ചതിൽ സംഘാടകരോടും കേട്ട സദസ്സിനോടുമുള്ള ഹൃദ്യമായ നന്ദിയും സ്നേഹവും കടപ്പാടും പ്രകടിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സംരംഭത്തിന് എല്ലാ വിജയവും ആശംസയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇസ്ലാമിന്റെ